ഇന്ന് നമ്മൾ വിളവെടുത്ത പച്ചക്കറികളാണ് കേട്ടോ. പച്ചക്കറികൾ ഇവിടെ ഈ 2 ചിരങ്ങുണ്ട്, പിന്നെ ഈ വഴുതനങ്ങ പച്ച, നീല പച്ചയും വഴുതനങ്ങ ഉണ്ട് കേട്ടോ. വഴുതനങ്ങ ഉണ്ട്, കുക്കുംബറുണ്ട്. കുക്കുംബർ 3 ഉള്ളൂ കേട്ടോ. കുക്കുംബർ 3, തക്കാളി 1 ഉള്ളൂ, പിന്നെ കുറച്ച് പയറുണ്ട്. ഇതെത്രയൊക്കെയാണ്? ഒരു 4-4.5 കിലോ പോലെ പച്ചക്കറിയാണ് ഇന്ന് വിളവെടുത്തത്. ഇത് സലാഡ് തക്കാളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങ ഉണ്ട്. വഴുതനങ്ങ തക്കാളി ഇത് നമ്മൾ വിളവെടുക്കണ വീഡിയോ എടുക്കണം എന്ന് കരുതിയിരുന്നു. അത് എന്തോ കാരണത്താൽ ആ വീഡിയോ മിസ്സായി പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇതാണ് കേട്ടോ. അത് വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് വിളവെടുക്കണ വീഡിയോ പിടിച്ചിരുന്നു, അത് എങ്ങനെയാണ് മിസ്സായിപ്പോൾ. ഇത് കിട്ടണില്ല. നമ്മൾ ഏതോ ഡിലീറ്റ് ചെയ്തപ്പോൾ അത് മറന്ന് ഡിലീറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്നാണ് ഒരു ചിരങ്ങ എടുത്തത് കേട്ടോ. ചിരങ്ങൻ്റെ ഒരു ബാക്കിയുള്ളതാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലാണ് അത് വിളവെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചെറിയ ചിരങ്ങ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് വലുതായതൊക്കെ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ പറിക്കാനാവും കേട്ടോ. നമ്മൾ പയറ് ഇവിടുന്നാണ് പറിച്ചത്. ഇതൊക്കെ വീഡിയോ പിടിച്ചായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ വഴുതനങ്ങൊക്കെ ഇവിടെ നിന്നാണ് പറിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുക്കുംബർ അപ്പുറത്തു നിന്നാണ് പറിച്ചത് കേട്ടോ. ഇവിടെ നിന്നാണ് വെണ്ടക്ക പറിച്ചിട്ടുള്ളത്. വെണ്ടക്ക പറിച്ച് അത് വഴുതനങ്ങൊക്കെ ഇവിടുന്ന് പറിച്ച്, നമ്മൾ പയർ ഇവിടുന്ന് പറിച്ച്. അപ്പോൾ ഏതായാലും ഒരു വീഡിയോ പിടിക്കണ ഒരു സുഖം കിട്ടിയില്ല കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ആ മഞ്ഞിന് ഒക്കെ ഇറങ്ങി പറിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സംഭവം കാണുന്നില്ല. അപ്പോൾ ഏതായാലും നിങ്ങളോടൊക്കെ ഒരു സോറി പറയണം. അത് നമ്മൾ പറിക്കണ ആ ഒരു സമയത്ത് അത് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണല്ലോ. ഏതായാലും അത് വിടാൻ പറ്റിയില്ല. അപ്പോൾ ഇനി കുറച്ച് ഭാഗങ്ങൾ കാണിക്കുക എന്നല്ലാതെ വേറെ ഒരു നിർവാഹമില്ല. പിന്നെ ഇവിടെ നീല വഴുതനങ്ങ ഇവിടുന്നാണ് പറിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ചിരങ്ങ പറിച്ചത് ഞാൻ കാണിച്ചു തന്നില്ലേ. പിന്നെ പയറ്. പിന്നെ ഇവിടുന്നാണ് നമ്മൾ കുക്കുംബർ ഇവിടുന്ന് പറിച്ചിട്ടോ. കുക്കുംബർ ഈ ഭാഗത്തും വലുത് പറിക്കാനായതുണ്ട്, പക്ഷേ നമ്മളത് പറിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പറിക്കും. ഇവിടെ 10 മണി മുല്ല ഇത് കണ്ടില്ലേ. 10 മണി മുല്ല നല്ല ഉഷാറായിട്ട് എല്ലാ കളറും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിമെന്നാണ് നമ്മൾ പച്ച വഴുതനങ്ങ പറിച്ചത് കേട്ടോ. എന്തൊക്കെ കാണിക്കണ കാരണം ഞങ്ങൾ വെറുതെ എവിടെന്നെങ്കിലും പറിച്ചു കൊടുത്തിട്ട് ഇത് കാണിക്കുക എന്ന് പറയാതിരിക്കാനാണ് അത് വീണ്ടും ഞാൻ ഈ വീഡിയോ പിടിക്കണത് കേട്ടോ. ഇവിടെ നിന്നൊക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുക്കുംബർ ഇവിടെ നിന്നും പറിച്ചിരുന്നു. കുക്കുംബർ ഇവിടെ ഉണ്ട്. കുക്കുംബർ പറിക്കാൻ ആയിട്ടില്ല. ഇതൊന്നും കുറച്ച് ആയതൊക്കെ നമ്മൾ പറിച്ചു. പിന്നെ ചീര നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ചീര നമുക്ക് ഇഷ്ടമായൊരു ചീര ഉണ്ട്. അപ്പോൾ പിന്നെ ചീര എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിമ കണ്ടില്ല, 2 പൂവ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂവിനൊക്കെ ഒരു വലുപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഇലകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് 3 പൂവാണ് ഇതിമുള്ളത് കേട്ടോ. ഇത് ഡെയിലി ഇങ്ങനെ പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. നമ്മൾ ഇതിൽ ചെറിയ മീൻകുഞ്ഞുങ്ങളൊക്കെ കൊടുന്നിട്ടില്ല, ഒന്നും കാണുന്നില്ല, ചത്തുപോയി തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൽ ഇന്ന് 2 ഇതാണ് കേട്ടുള്ളത്. 2 പൂവാണ് ഇതിലുള്ളത്. പിന്നെ മുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഗപ്പി ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ അത്രയും ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുള്ളൂ, ക്യാമറയിൽ ഇത് കാണില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ എല്ലാം നീട്ടിക്കൊണ്ടുപോകണില്ല. നമ്മൾ രാവിലെ തന്നെ ഒന്ന് വീഡിയോ എടുക്കുന്നത് പാളി, അതുകൊണ്ട് ഒന്ന് വീഡിയോ എടുക്കാനൊരു സുഖം കിട്ടണില്ല. പിന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറ്റം കുറവുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ
ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെർഫെക്റ്റ് അല്ല. അപ്പോൾ എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ ഞാനിനി ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ പിടിക്കാനുള്ള ആ മൂഡ് തന്നെ പോയി. നമ്മൾ ശരിക്ക് ഒരു വീഡിയോ പിടിച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ആ വിളവെടുക്കണതും രാവിലെ തന്നെ നമ്മളെല്ലാം രാവിലെ ഇറങ്ങി ആ മഞ്ഞിൻ്റെ ആ സമയത്താണ് എല്ലാം വിളവെടുത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു പിന്നെ ഒന്നും കാണുന്നില്ല കേട്ടോ. എല്ലാം അത് നശിച്ചു പോയിട്ട് നശിച്ചു പോയല്ല, എല്ലാം ഡിലേറ്റായി പോയി. എന്തോ കുട്ടികൾ ഇതിൽ കളിച്ചതോ എന്താ അറിയില്ല. ഒന്നും ഒരൊറ്റ വീഡിയോ ഇല്ല.